നമ്മുടെ കലച്ചേച്ചിയും പ്രമീള ചേച്ചിയും മാത്രമേ വന്നിട്ടുള്ളൂ. നമുക്ക് എന്തായാലും അങ്ങ് കൂടാം. ബാക്കി എല്ലാവരും വരുമായിരിക്കും. ശാന്തേച്ചി, എന്തുകൊണ്ട് വിശേഷം? ആഹാ, വിമലയോ? ഓണം കഴിഞ്ഞ് വിരുന്നേരൊക്കെ പോയോ? എന്തിയാ മോളെന്തിയാ വന്നിട്ട്? ഇവിടെ ഓണാഘോഷ പരിപാടി കഴിഞ്ഞ് ആരും പോയിട്ടൊന്നുമില്ല. ഇനി മോളും മരുമോനും ഇവിടെ പുറത്തോട്ട് പോയി. എന്തായാലും എൻ്റെ വിമലയെ മോക്ക് പറ്റിയ മരുമോനെയാണ് കിട്ടിയത്. അവളോട് ഭയങ്കര സ്നേഹമാന്നേ. അവൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഷോപ്പിൽ പോയി എന്തെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ അവൻ കൂടെ പൊയ്ക്കോളും. അവളെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ഒന്ന് നടന്നേളും. അത് നമ്മുടെ ഭാഗ്യമാണ്. അവൾക്ക് പറ്റിയൊരു മരുമോനെ കിട്ടി. അതൊരു ഭാഗ്യമല്ലയോ? അതെ അതെ. അല്ല, മരുമോളെ കണ്ടില്ലല്ലോ. മരുമോടെ കാര്യമൊന്നും പറയണ്ട. അവളെന്തോ പറഞ്ഞാലും പെങ്കോന്തനെ പോലെ എൻ്റെ മോൻ അങ്ങ് നടന്നോളും. ഇന്നിപ്പോൾ എൻ്റെ ഷോപ്പിൽ പോകണമെന്നോ സാധനം വാങ്ങിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട്. ഒന്നും പറയണ്ട. അവിടെ ഓടി ഇങ്ങനെ സാരി തുമ്പെ പിടിച്ചുകൊണ്ട് അങ്ങ് നടക്കും. എന്തോ പറയാനാ, ഇവിടെ വല്ല എന്തും വേണ്ടി പണിയുണ്ട്. ജോലിയെല്ലാം സഹായിച്ച് എന്നെ നോക്കിക്കൊണ്ട് ഇവിടെ നിൽക്കാനുള്ളതിന് പോയേക്കുവാ. അത് കൊള്ളാമല്ലോ. മോളും മരുമനൂടെ പുറത്ത് പോവുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മോളുടെ ഭാഗ്യം. മരുമോളും സ്വന്തം മോനൂടെ പുറത്ത് പോയാൽ അവൻ അച്ചിക്കോന്തൻ. കൊള്ളാം കൊള്ളാം. ഞാനൊന്നും പറയുന്നില്ലേ. അമ്മായിമ്മ പോലെ തുടങ്ങി. അത് പിന്നെ സമയം ഒത്തിരി ആവുന്നു. കുടുംബശ്രീക്ക് പോകണ്ടായോ? വാ പെട്ടെന്ന്. അല്ലെങ്കിൽ ബിന്ദു ഇപ്പം തുടങ്ങി കാണും. നീ നമ്മുടെ ആയിരിക്കും ഇവിടെ പരദൂഷണം പറയുന്നത്. അത് ശരിയാ, കുടുംബശ്രീക്ക് പോകണം. വാ ഇങ്ങോട്ട്. ഞാനും വരുവാ. നീ അവിടെ നിൽക്കും, ഞാനിവിടെ വരുന്നത്. ഒറ്റ എണ്ണം സമയത്തിന് വരുന്നില്ല. എല്ലാ എണ്ണത്തിനും അങ്ങ് ഇതാ. ബാക്കിയുള്ളവർക്കൊന്നും വീട്ടിൽ ജോലിയില്ലെന്നും പറഞ്ഞു. അവരൊക്കെ താമസിച്ചേ വരത്തുള്ളായിരിക്കും. ബിന്ദു തുടങ്ങും. എനിക്ക് ഒത്തിരി പരിപാടിയുണ്ട്. എനിക്ക് പാട്ട് പാടാനുള്ളതാ. നമുക്കങ്ങ് തുടങ്ങാം. ഇനി വരുന്നവർ വരട്ടെ. നമുക്കെന്താ അങ്ങ് തുടങ്ങാൻ ചേച്ചി? ആദ്യമായിട്ട് നമുക്ക് ഈശ്വര പ്രാർത്ഥന തുടങ്ങാം. അപ്പം നമ്മുടെ പിന്നെ പ്രമീള ചേച്ചി പ്രാർത്ഥന ചൊല്ലുന്നതായിരിക്കും. ഇപ്പൊ പ്രാർത്ഥന പാടട്ടെ? പാടട്ടെ. പാട്ടെ. കുടുംബശ്രീ മഹിളകൾ അണിനിരയായി നിന്നു. എല്ലാവരും ഒന്നിച്ചു പ്രാർത്ഥന പാടി. കുടുംബശ്രീ സെക്രട്ടറി രജിസ്റ്റർ തുറന്നു. കണക്കുകളെല്ലാം അവതരിപ്പിച്ചു. ലോണുണ്ട് ഇവിടെ എല്ലാവർക്കും. ഒരു ദിവസം വന്നില്ലേ ഫൈനുണ്ടേ ഇവിടെ. വിമലയും ശാന്തയും ലേറ്റായി വന്നു. അത് കണ്ട സെക്രട്ടറി ചീത്ത പറഞ്ഞു. ശാന്തേച്ചി, വിമലയുടെ പാട്ട് കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നു. ശരിയായിരുന്നു കൊച്ചേ. അടിയുണ്ടേ പിടിയുണ്ടേ കൊതിനണയും ഉണ്ടേ. എന്നാലും ഞങ്ങൾക്ക് കുടുംബശ്രീ മുഖ്യം. അപ്പോൾ ഈ കുടുംബശ്രീയിൽ കൂടിയിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ലേറ്റായി വന്നവർക്കും സ്വാഗതം. നമ്മുടെ ഓണാഘോഷ പരിപാടി എല്ലാം കഴിഞ്ഞായിരുന്നു, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ ഓണാഘോഷ പരിപാടിക്ക് പ്രൈസ് കിട്ടിയവർക്ക് പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കൂടിയാണ് നമ്മൾ ഇന്ന് കുടുംബശ്രീ കൂടിയിരിക്കുന്നത്. അപ്പോൾ പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തുവാ? സമ്മാനദാനം ഉണ്ടെന്ന്. സമ്മാനദാനം. സമ്മാനദാനം. എന്നാൽ അത് പറഞ്ഞാൽ പോരായിരുന്നു. നമ്മുടെ കണക്കുകളൊക്കെ നോക്കാം. ഓണാഘോഷ പരിപാടിക്ക് എല്ലാവരുടെയും കയ്യിൽ നിന്ന് 50 രൂപയായിരുന്നു പിരിവ് നമ്മൾ എടുത്തത്. വെറും തുച്ഛമായിട്ടുള്ള 50 രൂപയായിട്ട് കുറച്ച് ആൾക്കാരെ തന്നിട്ടുള്ളൂ. ബാക്കി തരാനുള്ളവർ ഉടൻ തന്നെ തരണം. എന്നാലേ നമുക്ക് ഈ പ്രൈസൊക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. വിമല ചേച്ചി കഴിഞ്ഞ ആഴ്ച ചേച്ചി പിന്നെ കുടുംബശ്രീക്ക് വന്നില്ലായിരുന്നു. അപ്പം അതിൻ്റെ ഫൈനോടെ ചേർത്ത് ചേച്ചിക്ക് 55 രൂപ ചേച്ചി അടയ്ക്കണം. പിന്നെ ഈ ഫൈനെല്ലാം അവിടെ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യും? ആർക്കാ പ്രയോജനം? എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഈ കുടുംബശ്രീക്ക് വന്നിട്ട്. മനുഷ്യനെങ്ങാനും ഒരു ലോൺ ചോദിച്ചാലോ, ഒരു അത്യാവശ്യത്തിന് പാവപ്പെട്ട ലോൺ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കും, ഇവർക്ക് കൊടുക്കും. പക്ഷെ നമുക്ക് കിട്ടത്തില്ല. ആവശ്യത്തിന് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ എന്തോത്തിനാ? ആര് പറഞ്ഞു തന്നില്ലെന്ന്?
എന്റെ വിമലെ നിന്റെ കെട്ടിയവനെ നിന്റെ കൈ ഒടിച്ച് വീട്ടിൽ കിടന്നപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഫ്രൂട്ട്സുമായിട്ട് വന്നില്ലയോ? അത് ഇതിനകത്ത് ഫൈൻ അടച്ച പൈസയും കൊണ്ടാണ് വന്നത്. ആഹാ, അല്ല പിന്നെ നമുക്കൊന്നും കിട്ടിയില്ലെന്ന്. അയ്യോ പ്രമീളെ, ഫ്രൂട്ട്സ് കൊണ്ടുവന്നായിരുന്നു നീ പറയല്ലേ? കൊണ്ടുവന്ന ഫ്രൂട്ട്സ് 2 കിലോ അളിഞ്ഞ പാളയന്തോളം പഴവും പ്രമീളയുടെ വീട്ടിലെ 2 പഴുത്ത ഓമയ്ക്കായി. അത്രയാ കൊണ്ടുവന്നത്. അതുകൊണ്ട് കൊണ്ടുവന്ന അതൊന്നും പറയണ്ട. ഓ കൊണ്ടുവന്ന് എന്ത് വയച്ചി എച്ചി കണക്ക് പറയുന്നത്? അല്ല, അവള് പറഞ്ഞതിന് കാര്യമില്ലയോ? 50 രൂപ വാങ്ങിച്ചേച്ച് പായസം, 1 ഗ്ലാസ് പായസമാ ഓണത്തിന് തന്നത്. ആകെപ്പാടെ ഞാൻ പിരിച്ചത് 50 രൂപയാണ്. ആ 50 രൂപയ്ക്കകത്ത് ഞാൻ ഈ ഓണസദ്യയും കൂടെ ഉണ്ടാക്കാമായിരുന്നു. അത് തന്നെ ആരും പിരിച്ചു തന്നിട്ടില്ല. ഞാൻ പിന്നെ എൻ്റെ സ്വന്തം ചെലവിൽ ഓണസദ്യ എല്ലാവർക്കും ഉണ്ടാക്കി തരണമായിരുന്നു. കൊള്ളാം ശാന്തി ചേച്ചി. ഓരോ കുടുംബശ്രീ പോയി നോക്കും. അവിടെയൊക്കെ ആണെങ്കിൽ ഓണസദ്യയും ഓണാഘോഷവും അത്തപ്പൂവും എല്ലാം ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ എല്ലാവരും പിശുക്കരായതുകൊണ്ട് പൈസ ആർക്കും എടുക്കാനും വയ്യാത്തതുകൊണ്ട് ലളിതമായ രീതിയിൽ നമ്മൾ ആഘോഷിച്ചു. അത് തന്നെ പിരിഞ്ഞു കിട്ടണമെങ്കിൽ ഇനി എന്ന് കിട്ടുമോ എന്തോ. പിന്നെ അവളൊരു സെക്രട്ടറി, എന്തോ പറഞ്ഞാലും അവള് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നടക്കുന്നു. മതി എന്തുവാ ഇത്, ചന്തയാണോ മോളെ? പിന്നെ പ്രൈസ് കിട്ടിയത് ആർക്കൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് പറ. മതി എല്ലാവരും ഒന്ന് നിർത്തിക്കേ. കളിച്ചേച്ചി ഞാനിത് വായിക്കാവേ. നമ്മുടെ ഇതിൻ്റെ ഓരോ മത്സരത്തിൻ്റെയും പിന്നെ പ്രൈസ് കിട്ടിയ വിജയികളെ നമുക്കൊന്ന് വായിക്കാം. കസേര കളിക്ക് നമ്മുടെ പ്രമീള ചേച്ചിക്കാണ് ഫസ്റ്റ് കിട്ടിയത്. എല്ലാവരും ഒരു കയ്യിൽ കൊടുക്കുക. നമ്മുടെ പ്രസിഡന്റ് വന്നിട്ട് പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുള്ളൂ. കസേര കളിക്ക് പ്രമീള എന്നെ തെള്ളി ഇട്ടിട്ടാണ് അവൾക്ക് പ്രൈസ് കിട്ടിയത്. എനിക്ക് കിട്ടേണ്ടതായിരുന്നു. എനിക്കായിരുന്നു. അല്ല ശാന്തിജി കസേര കളിക്ക് മുന്നോട്ടാണ് വേണ്ടത്. ശാന്തിജി മുന്നോട്ട് നിന്നിട്ട് പുറകിൽ കൂടെ വന്നാണ് ഇരുന്നത്. അതുകൊണ്ട് അത് ഫൗളാണ്. അതുകൊണ്ട് മുന്നോട്ട് നമ്മൾ കറങ്ങി വന്നാലേ പ്രൈസ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ പ്രമീള ചേച്ചിക്ക് തന്നെയാണ് പിന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഓരോ ഫൗള്. പിന്നെ നമ്മുടെ ലെമൺ ആൻഡ് റൈസിൽ നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ കലച്ചേച്ചിക്കാണ്. കലച്ചേച്ചിക്ക് ഒരു കൈയ്യടി കൊടുക്കുക. കലച്ചേച്ചി. അപ്പോൾ എനിക്കൊന്നും ഇല്ലയോ? പിന്നെ കണ്ണ് കെട്ടി കലവടിക്ക് നമ്മുടെ ശാന്തിച്ചിക്ക് തന്നെയാണ് കേട്ടോ. അതങ്ങനെ ശരിയാവും? ഞാൻ ആദ്യം കലവടിച്ചത്. അതെങ്ങനെ അത് ശരിയാവുന്നത്? നീ കമ്പ് കൊണ്ട് തട്ടി തടഞ്ഞല്ലയോ കലം പൊട്ടിച്ചത്? അത് തെറ്റാണ്. കലച്ചേച്ചി കൂടുതലൊന്നും പറയണ്ട. കലച്ചേച്ചി എങ്ങനെ ലെമൺ ആൻഡ് റൈസിന് ഫസ്റ്റ് കിട്ടിയെന്ന് എനിക്കറിയാം. വീട്ടിൽ നിന്ന് ഫെബിക്കൂൾ ഒടിച്ച് സ്പൂൺ കൊണ്ടുവന്നാണ് നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയത്. അയ്യോ ദൈവമേ, ഞാനൊന്നും പറയുന്നില്ല. എല്ലാത്തിനും അടിയാ. എന്തോ പറഞ്ഞാലും എല്ലാത്തിനും അടിയാ. പ്രൈസ് നല്ല തരാമെന്ന് നോക്കുമ്പോൾ എല്ലാവരും ഒന്ന് നിർത്തണേ. നമ്മുടെ പ്രസിഡന്റ് വരുന്നുണ്ട്. ഇവിടെ കിടന്ന് അലക്കാതെല്ലാം കൂടെ എന്ന് വന്നാലും ഇവിടെ അലപ്പാകുന്നു. എന്തു പടി ഇത്? പ്രമിളയുടെ ഒരുക്കമൊന്നും പറയണ്ട. 2 നാലയും കൂടെ എടുത്ത് ഇടായിരുന്നല്ലോ. എന്തായാലും പ്രസിഡന്റ് വരുന്ന പറഞ്ഞപ്പോഴത്തേക്ക് അവളുടെ ഒരുക്കമൊന്നും പറയണ്ട. അതെ പ്രസിഡന്റ് വരുന്നു. പ്രമീളേ, സുഖാണോ? എല്ലാവർക്കും നമസ്കാരം. എന്നെ ഇന്നിവിടെ ക്ഷണിച്ചിരിക്കുന്നത് ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ വിജയികൾക്കും സമ്മാനദാനം നൽകാൻ വേണ്ടിയാണ് എന്നെ ഇവിടെ ക്ഷണിച്ചിരിക്കുന്നത്. അതിനു മുമ്പായിട്ട് നമുക്ക് കുടുംബശ്രീയെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാം. എന്താണ് ഈ കുടുംബശ്രീ? കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ പിറന്ന സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സമൂഹത്തിൻ്റെ അടിത്തറയാണ് സ്ത്രീ. സ്ത്രീയെയും പുരുഷനെയും 2 തട്ടിൽ കാണരുത്. സ്ത്രീ അമ്മയാണ്, സഹോദരിയാണ്. ഒരു പുരുഷ സമൂഹം അറിഞ്ഞിരിക്കേണ്ടത് സ്ത്രീയെ ബഹുമാനിക്കുക എന്നതാണ്. ഒരു മിനിറ്റ്. നിന്നോട് ഞാൻ
പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ ഫോണിൽ എന്നെ ജോലി സമയത്ത് വിളിക്കരുതാണ്. നിനക്കെന്താ പറഞ്ഞാൽ കേട്ടാല്? ഇന്നലെ നിനക്ക് കിട്ടിയൊന്നും പോരായിടി. അവള് ഫോണും കൊണ്ട് വിളിച്ചേക്കുന്നു. ആണുങ്ങളുടെ മെക്കെട്ട് കയറാൻ വന്നോണ്ടല്ലോ. പിന്നെ ഞാനും വീട്ടിൽ വന്നിട്ട് അപ്പൊ നമ്മൾ എവിടെയാണ് വിളക്കി നിർത്തിയത്? നിങ്ങൾ കൂടുതലായിട്ട് ഒന്നും സംസാരിക്കണ്ട. ആദ്യം സ്ത്രീയെ ബഹുമാനിക്കാൻ പഠിക്കുക, എന്നിട്ട് മതി സമ്മാനദാന ചടങ്ങൊക്കെ. അതെ അതെ, ആദ്യം സ്ത്രീയെ ബഹുമാനിക്കാൻ പഠിക്കുക, എന്നിട്ട് മതി സമ്മാനദാനമൊക്കെ. അല്ലാതെ പിന്നെ അതെ അതെ, ഇവിടെ ഒരു സമ്മാനദാനവും വേണ്ട. ആഹാ, ഒരു പ്രസിഡന്റ് വന്നേക്കുന്നു. കൊള്ളാം പ്രസിഡന്റ്. സമ്മാനദാനം ഒന്നും വേണ്ട ഇവിടെ. ശരിയാണ്.